ഞായറാഴ്ച രാത്രി 7 മണിക്ക് കുത്തിയിരുന്ന് കാണുക ബ്ലോക്ക് പഞ്ചായത്ത് ചലച്ചിത്രം മാട്ടുപ്പെട്ടി ജാതി മച്ചാൻ. അപ്പോ നമ്മ പറഞ്ഞു വരുന്നത് അരി വറുത്ത കാര്യമാണ്, മനസ്സിലായ? എന്തിനാ നിങ്ങൾ എന്തുണ്ണി പറയണത്? നമ്മൾ പട്ടാളക്കാർക്ക് കഞ്ഞി കുടിക്കാൻ ഒരു മണി അരി ഈ നാട്ടില്. എടി, ഞങ്ങൾ പട്ടാളക്കാർക്ക് കൊണ്ടുവന്ന അരി മറിച്ച് വിട്ടത് നിങ്ങൾ നേരിക്കാറില്ല കന്നാലി? നല്ല ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയില്ലേ? ഉവ്വ് മനസ്സിലായടാ കന്നാലി. ഇനി മേലാൽ നിങ്ങൾ അരി കടലിലൂടെ കപ്പലിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ കപ്പൽ നോക്കിട്ട് ഊതി മറിക്കും. ഞങ്ങൾ അവര് വന്നില്ലെങ്കിലാ വരണ്ടട ചവി. പിന്നെ നിങ്ങൾക്ക് വരാനുള്ളത് വൈറ്റി മൊനമ്പം വഴിയല്ലേ? അങ്ങനെ വരുമ്പോ നിങ്ങളെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വട്ടം കറക്കും, മനസ്സിലായ? പിന്നെ നിങ്ങൾ കൊച്ചി ടൗണില് അമ്മ വെള്ളം തരണേ എന്നിട്ട് പിച്ചെടുത്ത് നടക്കും. അയ്യോ അണ്ണ അങ്ങനെ ചെയ്യല്ലേ, പെട്ടുപോകും. പെട്ടുപോകണ കന്നാലി, നീയൊക്കെ പെട്ടുപോകണം. എടാ, ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ കൊണ്ടുവന്ന അരി എടുത്ത് നീയൊക്കെ പായസം ഉണ്ടാക്കി കഴിച്ചില്ലേ? നാളെ യുദ്ധത്തിന് പോകാൻ നിൽക്കണ പിള്ളേർക്ക് ഞാൻ എവിടെ എടുത്ത് കഞ്ഞി കൊടുക്കും? തള്ളേ, നിങ്ങൾ എന്തായാലും അതിർത്തി പോയി വെടികൊണ്ട് ചാകും എന്നുള്ളത് ഉറപ്പ്. പിന്നെ കഞ്ഞി എന്തിനി? ഇവിടെ എന്റെ കഞ്ഞിപ്പാത്രം കൊണ്ടാണല്ലോ അവന്മാരെ ഓർന്ന് വരാനാടാ. എന്റെ കഞ്ഞിപ്പാത്രം സൈക്കിളേക്ക് ഒറ്റ പോയി പാർക്ക് ചെയ്യുന്നോട്ടാ. അതിപ്പോ എന്റെ കഞ്ഞി എന്താടാ? നീ കഞ്ഞി പേപ്പർ കൊണ്ട് കുട്ടപ്പായി കൊണ്ട് കാണിക്കും. ഗുഡ് മോർണിംഗ് സാർ. എന്റെ കഞ്ഞിയുടെ കാര്യം എന്തുട്ടുന്നത്? റേഷൻ കാർഡ് ഉണ്ടാ? അതിന്റെ കോപ്പിയും തിരിച്ചറിയക്കാരന്റെ കോപ്പി അതിലുണ്ടല്ലോ. അത് പോരല്ല കേടി. വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാ? തിരി കഞ്ഞിക്ക വേണ്ടി വരും. നിനക്കൊക്കെ കഞ്ഞി വേണമെങ്കിലേ മരണ സർട്ടിഫിക്കറ്റ് വരെ വേണ്ടി വരും. തോമസേ, എന്താ വിചാരിച്ച? എന്താ അവന്റെ റെസ്പെക്ട്? അവന് 2 ദിവസമായിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല, അതിന്റെ ദേശീയ. ഇന്ന് നിനക്ക് കഞ്ഞി തരാട്ടാ. രണ്ടു പാത്രം കഞ്ഞിയാണ് നീ കളഞ്ഞത്. ഒന്ന് ഗോതമ്പിന്റെ, ഒന്ന് അരിയുടെ. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ വന്നാൽ മറ്റാനെ തുടങ്ങിയിട്ടാ ആകാശവാണി ആരോഗ്യരംഗം. മൂക്കുമുട്ട് കഞ്ഞി കുടിച്ചിട്ട് അനങ്ങാതെ ഇരുന്നാൽ ശരീരത്ത് കൊളസ്ട്രോൾ, ഷുഗർ എന്നീ രോഗങ്ങൾ വരുവാൻ കാരണമാകും. അതുകൊണ്ട് കൈകാലുകൾ അനങ്ങി പണിയെടുക്കുന്നത് എപ്പോഴും ശരീരത്തിന് നല്ലതാണ്. ചാക്കി വെച്ചാ എന്തിനാണ് അവിടെ പ്രശ്നങ്ങൾ നടന്നത്? എന്റെ കഞ്ഞിയെടുത്താ മിലിറ്ററിക്കാരൻ കുടിച്ച്. ഒരു നേരത്തെ കഞ്ഞിയെടുത്ത് മിലിറ്ററിക്കാർ കുടിച്ചതിനാണ് ഇതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല മിലിറ്ററിക്കാരോട് ഇന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. ഓരോ മിലിറ്ററിക്കാരെ വിശ്വസിക്കാൻ കൂടില്ല. ആഹാ, ഓരോ മിലിറ്ററിക്കാരാ. നീ വാ, പുറത്തുനിന്ന് കഞ്ഞി മേടിച്ചുതരാം. കഞ്ഞി മേടിച്ചുതരാന്നോ? സത്യം പറയടാ, നിങ്ങൾ പുറത്തു പോയിട്ട് കഞ്ഞി കുടിച്ചാ? വേറെ എന്തുട്ടാ കഴിച്ച്? ദോശ. താൻ അറിഞ്ഞില്ലോടോ ഇവര് ദോശ കഴിക്കാൻ പുറത്തു പോയത്? ഇനി എങ്ങനെ നിങ്ങൾ പുറത്തു പോയാ നിങ്ങളെ വാച്ച് ചെയ്യുന്നത് ഇവരായിരിക്കും. നിങ്ങൾ ഇതിനു മുമ്പും പല പ്രാവശ്യം കഞ്ഞിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ കഞ്ഞി വാച്ചറാണ്. താൻ ഇയാളെ അനുസരിച്ചേ പറ്റൂ. സെല്യൂട്ട് ചെയ്യോടെ ഇയാളെ. വാടവിടെ കഞ്ഞി കുടിച്ച ആണുങ്ങളെ പോലെ സെല്യൂട്ട് ചെയ്യടോ. നീ വാ, നിനക്ക് കഞ്ഞി ഞാൻ മേടിച്ചു തരാവുന്നേ. നീ വാ. വലിയ ഉപകാരടാ. എന്നാ ഇവിടുത്തെ കഞ്ഞി എന്ന് പറഞ്ഞാ ഉഗ്രം കഞ്ഞിയാ. നീ എത്ര ദിവസമായി ശരിക്കും കഞ്ഞി കുടിച്ചിട്ട്? ഒരാഴ്ചയാടാ. ഓഹോ, അത് ശരി. അപ്പൊ കഞ്ഞി കുടിക്കാറേ ഇല്ലല്ലേ? ഇനി മുതൽ ഒരു കാരണവശാലും പട്ടിണി കിടക്കേണ്ടതായി വരില്ല. എന്താണ്? അതൊക്കെ നീ മനസ്സിലായിക്കോളൂ. എന്തെങ്കിലും കാശൊക്കെ ഉണ്ടല്ലേ? ദേ പൈസ 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 നീ കൊടുത്തേക്ക്. എന്റെ അമ്മ എന്നെ തെങ്ങാട് പോയി രക്ഷപ്പെടാനാണ്. ആരാ തെങ്ങാട് പോയി വഴി പോവാ. വണ്ടിക്കാണെങ്കിൽ എന്താ
ഞാൻ പോയ ദിവസം പോകണം. എന്നാ പിന്നെ ഇങ്ങോട്ട് പോയേക്കാം. ഏതായിട്ട് വഴിയിൽ പറഞ്ഞ ഊരിപ്പൊ കൊന്നാല മനുഷ്യന് ദേ വന്ന് വേറെ എടുക്കും. എന്നാ ശരിയാക്കി തരടാ വണ്ടി. പിടിക്കോളം കഴിക്കുന്ന ഇത് മന്ദരത്തിൽ ചെറിയ പറ്റിയ ഒരേ പോലെ എന്റെ ചന്തി എന്റെ ദൈവമേ ഇത് എന്ത് മണ്ണാരോ അയ്യോ അവിടെ അങ്ങനെ ഒരു ചായ വിത്ത വേണം. എന്താ മാറ്റാൻ? കുറച്ച് പുഴുക്കലരി വേണമായിരുന്നു. ആവശ്യം പോലെ പുഴുക്കലരിയല്ലേ ഈ കുട്ടപ്പന്റെ കസ്റ്റഡിയിലിരിക്കുന്നത്. എത്ര വേണമെങ്കിലും തരാം മച്ചാനെ ഞാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പൂത്തതാവുക ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. റേഷൻ കാർഡാണ് സത്യം. ഗോതമ്പ അത് വേണമെങ്കിൽ ഞാനൊരു 5 ചാക്ക് തരാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ അവിടുന്ന് വരണം. അവ സമയമെടുക്കാം. സമയമെടുക്കും. നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങളെ പോലെയുള്ള അരിമാഫിയക്കാരുള്ളതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ഒരു കഞ്ഞി കുടിച്ചു പോകണം. ഞങ്ങളുടെ അരി തന്നെ ഞങ്ങൾക്ക് തന്നെ മറിച്ച് തന്നെ. അതെ അതെ അതെ, നിനക്കുള്ള ഗോതമ്പും അരിയും പഞ്ചസാരയും വന്നു കഴിഞ്ഞു. ഹാപ്പിയായില്ലേ? ഇനി എന്താ മച്ചാനെ വേണ്ടത്? അല്ല എനിക്കിപ്പോ ഹാപ്പി ആയതിന്റെ കാര്യങ്ങളും ഭംഗിയായി. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനത്തെ പണ്ടാരോട് ഇങ്ങനെ വളഞ്ഞിരിക്കണം? എന്റെ അമ്മ എന്നെ വളഞ്ഞ വഴി പ്രസവിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വളഞ്ഞിരിക്കുന്നത്. വെറുതെ അല്ലേ ഈ മധുരി വഴി തെറ്റി പോയത്. കടലിൽ കൂടെ നിറപറ ഗരം മസാല നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിറപറ